നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജിത പീറ്റർ. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മൈൽ ഫുഡ്സ്, മൂക്കന്നൂർ, അങ്കമാലി. പവർഡ് ബൈ ഹീ ലൈഫ് തോട്ടക്കാട്ടുകര, ജോഷ്മാൾ മൂക്കന്നൂർ, ക്ലീൻസർ, BMC ഫിലിം പ്രൊഡക്ഷൻ ആൻഡ് നസ്രത്ത് വില്ലാസ്. നിപ്പ സംശയം കുട്ടിയുമായി സമ്പർക്കമുള്ളവരെ ഐസൊലേറ്റ് ചെയ്തു. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധയെന്ന് ആശങ്ക തുടരുന്നു. മലപ്പുറം സ്വദേശിയായ 15 വയസ്സുള്ള കുട്ടിയിലാണ് നിപ്പ സംശയം. കുട്ടിയുമായി സമ്പർക്കമുള്ളവരെ ഐസൊലേറ്റ് ചെയ്തു. 3 പേരെയാണ് ഐസൊലേഷനിൽ പ്രവേശിപ്പിച്ചത്. കുട്ടിയുടെ ആരോഗ്യനില അതീവ ഗുരുതരാവസ്ഥയിലാണ്. സമ്പർക്കമുള്ളവർ കോഴിക്കോട് തുടരുന്നു. നിപ്പ സംശയത്തിൽ ആരോഗ്യവകുപ്പിന്റെ ഉന്നതതല യോഗം ആരംഭിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്. നിപ്പ ബാധ സംശയിക്കുന്ന മേഖലയിൽ പ്രോട്ടോകോൾ ഏർപ്പെടുത്താൻ നിർദ്ദേശം നൽകി. നിപ്പ ബാധ എന്ന സംശയിക്കുന്ന സ്ഥലത്ത് ജാഗ്രത പാലിക്കാൻ ആരോഗ്യമന്ത്രി വീണ ജോർജ് കർശനമായി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിനായി മോട്ടോർ വാഹന വകുപ്പ് സംഘം ഷിരൂരിൽ. ലോറി ഉച്ചയോടെ കണ്ടെത്താനാകുമെന്ന് പ്രതീക്ഷ. കർണാടകയിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ പുനരാരംഭിച്ചു. കേരളത്തിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിനായി പോയ ഉദ്യോഗസ്ഥർ ഷിരൂരിലെത്തി. അർജുന്റെ ലോറി ഉച്ചയോടെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്ന് മോട്ടോർ വാഹന വകുപ്പ് വ്യക്തമാക്കി. GPS ലൊക്കേഷൻ കണ്ടെത്തി അത്രയ്ക്കും മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത് മാറ്റി ഇന്നത്തോടെ തന്നെ അർജുനെ കണ്ടെത്താനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. മയിലിന്റെ അപ്പം പൊടിയുണ്ടെങ്കിൽ ഇനി ആർക്കും ഉണ്ടാക്കാം. കൊതിപ്പിക്കുന്ന നല്ല ഒന്നാം തരം അപ്പവും പത്തിരിയും. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. നീറ്റ് UG പരീക്ഷയുടെ വിശദമായ മാർക്ക് ലിസ്റ്റ് NTA പ്രസിദ്ധീകരിച്ചു. നീറ്റ് UG പരീക്ഷയുടെ വിശദമായ മാർക്ക് പട്ടിക NTA പ്രസിദ്ധീകരിച്ചു. സെന്റർ തിരിച്ചുള്ള പട്ടികയാണ് സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം പുറത്തിറക്കിയത്. 12 മണിക്ക് മുൻപ് NTA വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കാനായിരുന്നു സുപ്രീം കോടതിയുടെ നിർദ്ദേശം. ഇത് NTA പാലിച്ചു. അതേസമയം ചോർച്ചക്കേസിൽ റാഞ്ചിയിൽ നിന്ന് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനി കൂടി അറസ്റ്റിലായി. ഇതുവരെ അറസ്റ്റിലായ മെഡിക്കൽ വിദ്യാർത്ഥികൾ ചോദ്യപേപ്പർ ചോർത്തുന്ന സോൾവർ ഗ്യാങ്ങിൽ ഉൾപ്പെട്ടവരാണെന്ന് CBI പറഞ്ഞു. നെയ്യാറ്റിൻകര കിഡ്നി സ്റ്റോണിന് കുത്തിവെപ്പെടുത്ത യുവതി അബോധാവസ്ഥയിൽ. നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന് പരാതി. കുത്തിവെപ്പെടുത്ത യുവതി അബോധാവസ്ഥയിൽ. ഡോക്ടർക്കെതിരെ പോലീസ് കേസെടുത്തു. നെയ്യാറ്റിൻകര സ്വദേശി കൃഷ്ണ തങ്കപ്പന്റെ ഭർത്താവിന്റെ പരാതി പ്രകാരമാണ് കേസെടുത്തത്. അർജുൻ ഇപ്പോഴും കാണാമറിയത്ത്. റഡാർ പരിശോധനയിൽ ഒന്നും കണ്ടെത്താനായില്ല. കൂടുതൽ ലൊക്കേഷനുകളിൽ പരിശോധന നടത്തും. കർണാടകയിലെ ഷിരൂരിൽ ദേശീയപാതയിലെ മണ്ണിടിച്ചിലിനെ തുടർന്ന് ലോറിക്കൊപ്പം കാണാതായ അർജുന്റെ തെരച്ചിലുമായി ബന്ധപ്പെട്ട് നിർണായക വിവരം പുറത്ത്. മംഗളൂരിൽ നിന്നും എത്തിയ അത്യാധുനിക റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ഇതുവരെ മണ്ണിനടിയിൽ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. സൂറത്കൽ NIT സംഘമാണ് പരിശോധന നടത്തുന്നത്. 1 മണിക്കൂറായി റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തുകയാണ്. രാവിലെ 6:30ഓടെയാണ് അർജുനായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിച്ചത്. വളരെ സജീവമായിട്ടാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്.
കർണാടക കാർവാർ തീരത്ത് കണ്ടെയ്നർ ഷിപ്പിന് തീപിടിച്ചു. രക്ഷകരായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്. തീയണച്ചു. സമുദ്രമധ്യത്തിൽ കണ്ടെയ്നർ ഷിപ്പിന് തീപിടിച്ച അപകടം ഇന്നലെ കർണാടക കാർവാർ തീരത്ത് നിന്ന് 50 നോട്ടിക്കൽ മൈൽ അകലെയാണ് സംഭവം നടന്നത്. MV മാർക്സ് ഫ്രാങ്ക്ഫർട്ട് എന്ന കപ്പലിലാണ് വലിയ തീപിടുത്തമുണ്ടായത്. മലേഷ്യയിൽ നിന്നും ജൂൺ 2-ന് കണ്ടെയ്നറുകളുമായി ശ്രീലങ്കയിലേക്ക് പുറപ്പെട്ട ഷിപ്പായിരുന്നു ഇത്. മുംബൈ മാരിടൈം റെസ്ക്യൂ കോർഡിനേഷൻ സെന്ററിലേക്കാണ് തീപിടിച്ച വിവരം ലഭിച്ചത്. വിവരം ലഭിച്ചതിനെ തുടർന്ന് അടിയന്തര സഹായവുമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് സ്ഥലത്തെത്തി. ഉടൻ തന്നെ കോസ്റ്റ് ഗാർഡിന്റെ ഡോണിയർ വിമാനം, ആധുനിക ലൈറ്റ് ഹെലികോപ്റ്റർ സച്ചേത്, സുജീത്, സാമ്രാട്ട് എന്നീ ബോട്ടുകളെ തീ അണയ്ക്കാൻ നിയോഗിച്ചു. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടർന്നു. അർദ്ധരാത്രിയോടെയാണ് തീ അണച്ചത്. കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരി മരിച്ചു. കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരി മരിച്ചു. കൊടുവള്ളി എളേറ്റിൽ പുളിയോട്ടിൽ കലുക്കാംചാലിൽ KC ഷരീഫിന്റെ മകൾ ഫാത്തിമ ബത്തൂലാണ് മരിച്ചത്. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പനി ബാധിക്കുകയും പിന്നീട് ഭേദമാകുകയും ചെയ്തിരുന്നു. ഇന്നലെ രാത്രി പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് വട്ടോളയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇലറ്റിൽ GMUP സ്കൂളിൽ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഇന്നും കുറഞ്ഞു. 3 ദിവസം കൊണ്ട് 1 പവൻ സ്വർണത്തിന് കുറഞ്ഞത് 760 രൂപ. ഇന്നത്തെ വിലയറിയാം. അതിവേഗം കുതിച്ചുയരുന്ന സ്വർണ്ണവിലയിൽ തുടർച്ചയായി വീണ്ടും ഇടിവ്. സ്വർണ്ണവില ഗ്രാമിന് 35 രൂപയും പവന് 280 രൂപയുമാണ് കുറഞ്ഞത്. ഇതോടെ സംസ്ഥാനത്ത് 1 ഗ്രാം സ്വർണത്തിന് 6780 രൂപയിലെത്തി. 1 പവൻ സ്വർണത്തിന് 54,240 രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.